ഇന്ത്യൻ വ്യോമയാന മേഖല ഇന്ന് സമാനതകളില്ലാത്ത വെല്ലുവിളികളിലൂടെയാണ് കടന്നുപോകുന്നത്. ആധുനിക സാങ്കേതിക വിദ്യയുടെ കരുത്തിൽ ഭാരതം അതിവേഗം സഞ്ചരിക്കുമ്പോഴും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട വിമാനാപകടങ്ങളും അടിയന്തര ലാൻഡിങ്ങുകളും യാത്രക്കാരുടെ സുരക്ഷയെക്കുറിച്ച് വലിയ ചോദ്യചിഹ്നങ്ങളാണ് ഉയർത്തുന്നത്. ജാർഖണ്ഡിലുണ്ടായ ദാരുണമായ എയർ ആംബുലൻസ് അപകടം വ്യോമയാന സുരക്ഷാ മാനദണ്ഡങ്ങളിൽ കൂടുതൽ ജാഗ്രത അനിവാര്യമാണെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. സാങ്കേതിക തകരാറുകളും കാലാവസ്ഥാ വ്യതിയാനങ്ങളും ഒരുപോലെ വിമാനയാത്രകളെ ബാധിക്കുമ്പോൾ നിയന്ത്രണ ഏജൻസികളുടെ ഇടപെടൽ എത്രത്തോളം കാര്യക്ഷമമാണെന്ന പരിശോധനയും ഇവിടെ പ്രസക്തമാകുന്നു. തിങ്കളാഴ്ച രാത്രി 7:11 റാഞ്ചി വിമാനത്താവളത്തിൽ നിന്ന് പറന്നുയർന്ന ബീച്ച് ക്രാഫ്റ്റ് C-90 വിമാനം ഏകദേശം 20 മിനിറ്റിനുള്ളിൽ എയർ ട്രാഫിക് കൺട്രോളുമായുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടു. അപകട സമയത്ത് പ്രദേശത്ത് ശക്തമായ കാറ്റും മഴയും മിന്നലോടുകൂടിയ ഇടിമുഴക്കവും ഉണ്ടായിരുന്നതായി ദൃക്സാക്ഷികൾ പറയുന്നു. വനമേഖലയായ ബാരിയാട്ടു പഞ്ചായത്തിലെ സിമാരയിൽ വലിയ ശബ്ദത്തോടെയാണ് വിമാനം പതിക്കുന്നത്. മോശം കാലാവസ്ഥയും ശക്തമായ ഇടിമിന്നലുമാണ് അപകടത്തിന് പ്രാഥമിക കാരണമായി പറയുന്നതെങ്കിലും സാങ്കേതികമായ തകരാറുകൾ വിമാനത്തിന് ഉണ്ടായിരുന്നു എന്ന കാര്യത്തിൽ ഗൗരവകരമായ അന്വേഷണം നടന്നു വരികയാണ്. ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടി നടത്തിയ ആകാശയാത്ര ദുരന്തത്തിൽ അവസാനിച്ചത് വ്യോമയാന മേഖലയ്ക്ക് വലിയൊരു തിരിച്ചടിയായി മാറി. ഈ ദുരന്തത്തിന്റെ നടുക്കം മാറും മുൻപെയാണ് ചൊവ്വാഴ്ച പുലർച്ചെ നാഗ്പൂരിലെ ഡോക്ടർ ബാബാ സാഹിബ് അംബേദ്കർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ മറ്റൊരു അടിയന്തര ലാൻഡിംഗ് നടന്നത്. ലണ്ടനിൽ നിന്ന് ഹൈദരാബാദിലേക്ക് 169 യാത്രക്കാരുമായി വന്ന ബ്രിട്ടീഷ് എയർവേസ് ബോയിങ് 787 വിമാനമാണ് സാങ്കേതികവും പ്രവർത്തനപരവുമായ തകരാറുകളെ തുടർന്ന് നാഗ്പൂരിൽ അടിയന്തരമായി നിലത്തിറക്കിയത്. ഹൈദരാബാദിലെ മോശം കാലാവസ്ഥ കാരണം വിമാനം വഴിതിരിച്ച് വിട്ടതാണെങ്കിലും ലാൻഡിങ്ങിന് ശേഷം വിമാനത്തിൽ ഗൗരവകരമായ സാങ്കേതിക പ്രശ്നങ്ങൾ കണ്ടെത്തുകയായിരുന്നു. യാത്രക്കാർ എല്ലാവരും സുരക്ഷിതരാണ് എന്നത് വലിയ ആശ്വാസമാണെങ്കിൽ കൂടി അന്താരാഷ്ട്ര സർവീസുകൾ നടത്തുന്ന അത്യാധുനിക വിമാനങ്ങളിൽ പോലും ഇത്തരത്തിൽ തകരാറുകൾ സംഭവിക്കുന്നത് സുരക്ഷാ ഓഡിറ്റുകളുടെ പോരായ്മയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ബ്രിട്ടനിലെയും ഇന്ത്യയിലെയും നിയന്ത്രണ ഏജൻസികൾ സംയുക്തമായിട്ടാണ് ഈ സാങ്കേതിക തകരാറിനെക്കുറിച്ച് അന്വേഷണം നടത്തുന്നത്. തുടർച്ചയായി ഉണ്ടാകുന്ന ഇത്തരം സംഭവങ്ങൾ വിമാനങ്ങളുടെ കൃത്യമായ അറ്റകുറ്റപ്പണികളും പൈലറ്റുമാരുടെ പരിശീലനവും എത്രത്തോളം പ്രധാനമാണെന്ന് തെളിയിക്കുന്നു. ഡയറക്ടറേറ്റ് ഓഫ് സിവിൽ ഏവിയേഷൻ ഇത്തരം സംഭവങ്ങളിൽ വിശദമായ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിദേശ രാജ്യങ്ങളിലെ സുരക്ഷാ ഏജൻസികളുമായി സഹകരിച്ച് അന്താരാഷ്ട്ര യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാനുള്ള നീക്കങ്ങളും നടക്കുന്നുണ്ട്. എയർ ആംബുലൻസ് അപകടം നൽകുന്ന പാഠങ്ങളും നാഗ്പൂരിലെ അടിയന്തര ലാൻഡിംഗ് നൽകുന്ന മുന്നറിയിപ്പുകളും ഉൾക്കൊണ്ട് വ്യോമയാന മേഖലയിൽ സമഗ്രമായ സുരക്ഷാ പരിഷ്കരണങ്ങൾ നടപ്പിലാക്കേണ്ടത് അനിവാര്യമാണ്. യാത്രക്കാരുടെ ജീവന് മുൻഗണന നൽകുന്ന തരത്തിൽ ഓരോ വിമാനവും പറന്നുവരുന്നതിന് മുൻപ് കൃത്യമായ പരിശോധനകൾക്ക് വിധേയമാകുന്നുണ്ടെന്ന് ഉറപ്പാക്കുക മാത്രമാണ് ഭാവിയിൽ ഇത്തരം അപകടങ്ങൾ ഒഴിവാക്കാനുള്ള ഏക പോംവഴി. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.